खाना तुम? ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണത്. അതുകൊണ്ട് എനിക്ക് ഹിന്ദി അറിയാനും പാടില്ല. അതാണ് കാണാന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. വിശന്നിട്ട് അലക്കാൻ പറ്റണല്ലോ, ഇത്തിരി ചോറ് തരുമോ? क्या? ഓ, ഇതും ഹിന്ദിയാണ്. എനിക്ക് ചപ്പാത്തി നഹി നഹി, എനിക്ക് ചോർ ചോർ. चोर? ആ ചോർ. तू चोर है? യെസ്, ഐ ആം ചോർ. നോ കഞ്ഞി. अच्छा। അച്ചാറെങ്കിൽ അച്ചാറ്. चोर! ओए माँ! കോഴി മാങ്ങേ. चोर! ചോറ് ഇത്ര ദൂരെ കൊണ്ട് വെച്ചേക്കണത്. चोर! ഒരാൾക്കുള്ള ചോരേ, ചോറ് ചോരേ. ഇതെന്തൊരു നാടാ? കാണാന്ന് പറഞ്ഞാ ചപ്പാത്തി, ചോറെന്ന് പറഞ്ഞ ഇടി. ഇതെന്താ ഭ്രാന്തന്മാരുടെ വീടാ? വിവരദോഷികള്. ഇതിവിടെ ഇരിപ്പണ്ട. എടാ നീ അറിഞ്ഞാ എന്നാ അടുക്കളയിലിട്ട് ഇടിച്ചടാ? അവിടെയൊക്കെ ഇടിച്ച്. ഇനി അടുക്കളയിലൊന്നും പോണ്ട, ഇവിടെ ഇരുന്നാ മതി. ഇവിടെ കിട്ടും ഇടിയാ? അല്ല, ഭക്ഷണം. പിന്നെ ഇതെന്ത് പണ്ടാരോട് ഭക്ഷണം? ഇതെങ്ങനെ തിന്നാനാ? ബായി കുറച്ച് ചാറ് തരോ? ചാർ? ചാർ ചാർ. ദേ പിന്നെ ഇടാണ്. ഇതെന്താടോ? 1 2 3 4 6 5 6 പേറ്റയ്ക്ക് കോട്ട്. ഒന്ന് പോടാ അവിടെ നിന്ന്. നീ കയ്യഴുവണില്ലേ? പിന്നെ 24 മണിക്കൂർ അലക്കിക്കൊണ്ടിരിക്കണം ഞാൻ കൈ കഴുകു. അത് ഇത് തിന്നാനായിട്ട്. ഇവിടെ അറക്കമില്ല വല്ലോണ്ടോ ഒന്ന് അറപ്പിക്കാൻ? ഇന്നത്തെ ഭക്ഷണം കൊള്ളാം, നല്ല മയമുണ്ട്. തിന്ന് തിന്ന്. അപ്പൊ ഇതാണല്ലേ പുതിയ 2 പണയുരുപ്പടികൾ? പക്ഷെ യുവന്മാര് കുഴപ്പമൊന്നുമില്ല മാം സാബ്, നല്ല പിള്ളേരാ. ചപ്പാത്തിക്ക് അച്ചാറാ? ഇതൊന്നും നടക്കൂല. വേറെ കറിയൊന്നുമില്ലേ? ഓഹോ, 5 സ്റ്റാർ ഭക്ഷണം കഴിച്ച് സുഖിക്കാൻ വന്നാണല്ലേ? വേഗം ഇതും കഴിച്ച് ജോലി നോക്ക്. ഞങ്ങൾ മലയാളികൾക്ക് ഈ ഗോതമ്പ് ഷീറ്റ് കഴിച്ചൊന്നും ശീലില്ല. എന്നിട്ട് ഇത് ഇയാളെ കണ്ടോ ഒരു അക്ഷരം മിണ്ടാതിരുന്ന് കഴിക്കുന്നത്? അവൻ എന്തു കൊടുത്താലും ഒന്നും മിണ്ടില്ല, എന്തു പറഞ്ഞാലും കേൾക്കുകയില്ല. എന്താ പൊട്ടനാ? അതെ, പൊട്ടനാ. എന്ന് വെച്ച് അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. തിന്നെടുത്തോടാ. കൊടുത്തോ, മിണങ്ങിക്കോ. എന്താ? അതുകൂടെ എന്റെ കൂടെ ഉണ്ട്. അച്ചാറ് മൂണുങ്ങ്. ഹോർലിക്സിൽ ബോൺവിറ്റ അലക്കി കൊടുക്കാൻ. എല്ലാം 2 പ്ലേറ്റ് എടുത്തോട്ടാ. എന്റേടാ അത്? തിന്നോ. ഇതാണോ താൻ പറഞ്ഞ മാം സാബ്? ഇതും ഒരു മാം സാബ് തന്നെ. ഞാൻ പറഞ്ഞത് ഇതല്ല, ഇതിനേക്കാൾ വലിയൊരു മാം സാബ് ഉണ്ട്. തന്റെ കൂട്ടുകാരനെ പോലെ തന്നെയാ. നല്ല തീറ്റയാ. ദിലീപേട്ടൻ്റെ ഏറ്റവും രസകരമായ ഏറ്റവും ഹിറ്റായ ചിത്രങ്ങളിൽ ഒന്നാണ് പഞ്ചാബി ഹൗസ്. 1998 ഒരു ഓണക്കാലത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് ഈ ചിത്രത്തിൻ്റെ റിലീസ്. നല്ല രസകരമായ രീതിയിൽ ചെറിയ പ്രായം മുതൽ തന്നെ നമ്മൾ ഈ സിനിമ ഒരുപാട് കാണുകയും പലതവണ ഈ സിനിമയിൽ ഓരോ സീനുകൾ നമ്മുടെ നെഞ്ചിലോട്ട് മനസ്സിലോട്ട് പകർത്താനും സാധിച്ചൊരു ചിത്രമാണിത്. ഇതിലെ ഓരോ തമാശകളും നമ്മൾ പലതവണ ഓർത്ത് ചിരിക്കാറുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുനിഷ്ഠമായ സത്യം. ഈ ചിത്രത്തിൽ ദിലീപേട്ടനോടൊപ്പം ഹരിശ്രീ അശോകൻ ചേട്ടനും അതുപോലെ തന്നെ അനീഫിക്കയും ഇന്ദ്രൻ ചേട്ടൻ, അങ്ങനെ ജനാർദ്ദനൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട് നല്ല നല്ല കലാകാരന്മാരും ഈ ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റാഫി മെക്കാട്ടിൻ സാറാണ് ഇതിൻ്റെ ഡയറക്ടർ എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. നല്ല രസകരമായൊരു സിനിമയായിരുന്നു. നല്ല കോമഡി തമാശയായ ഒരു സിനിമയായിരുന്നു.